ഹലോ ഗൈസ്. കുറച്ച് കാലമായി നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾക്കറിയാലോ, നമ്മുടെ പഴയ അക്കൗണ്ട് മെറ്റ ഡിസേബിൾഡ് ചെയ്ത് കളഞ്ഞു. നമുക്കത് തിരിച്ച് കിട്ടുമെന്ന് കുറേ ശ്രമിച്ചു. നടന്നില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ ഒരു പുറകെ നടന്നത് കൊണ്ടൊക്കെയാണ് നമുക്കധികം ഈ പറഞ്ഞ പോലെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റാതെ പോയത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഒരു പുതുതായിട്ട് ഒരു ട്രേഡിംഗ് വ്യൂവിൽ ഇൻഡിക്കേറ്ററും കൂടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഈ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ഇന്ത്യൻ ഇൻഡെക്സിന് വേണ്ടിയുള്ളതാണ്. അത് നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിന് വേണ്ടി ഉള്ളൊരു ഇൻഡിക്കേറ്ററാണ്. അപ്പോൾ ഈ ഇൻഡിക്കേറ്ററിൻ്റെ പേരെന്ന് പറയുന്നത് ഫ്യൂച്ചേഴ്സ് മാസ്റ്റേഴ്സ് പ്രോ എന്നാണ്. ഓക്കെ. അപ്പം ഈ ഇൻഡിക്കേറ്റർ മോസ്റ്റ്ലി നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ ഇൻഡെക്സിലെല്ലാം തന്നെ വർക്ക് ചെയ്യും. അതായത് നമ്മുടെ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ്, ബാങ്ക് എക്സ്, അങ്ങനെ നിങ്ങൾക്ക് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ഏത് ഫ്യൂച്ചേഴ്സിലും നിങ്ങൾക്ക് വർക്ക് ചെയ്യിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഇൻഡിക്കേറ്ററിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ, ഈ ഇൻഡിക്കേറ്ററിൽ ശരിക്കും പറഞ്ഞാൽ ഒരു 3 മോഡുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും, ഇതാണ് നമ്മുടെ ഇൻഡിക്കേറ്റർ. അപ്പം ഞാനിത് വീഡിയോ എടുക്കുന്ന ദിവസം നമുക്ക് കിട്ടിയ ഒരു എൻട്രീസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഇതിപ്പോൾ ഫ്യൂച്ചേഴ്സ് ആണ് കേട്ടോ, ഫ്യൂച്ചേഴ്സിൻ്റെ ചാർട്ടാണ്. അതായത് ചാർട്ട് എടുത്തേക്കുന്നത് നമ്മുടെ ഇൻഡെക്സിൻ്റെ ക്യാഷ് ചാർട്ടാണ്. അതിലാണ് നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നത്. ഓക്കെ. അപ്പം ഇതിൻ്റെ മെയിൻ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാം. റിസ്ക് റിവാർഡ് റേഷ്യോ നിങ്ങൾക്ക് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാം. അതുപോലെ തന്നെ മോഡ്, നിങ്ങൾക്കിപ്പോൾ ഓപ്ഷൻസിലാണ് ഇതിട്ട് ട്രേഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻസിലെ മോഡുകൾ യൂസ് ചെയ്ത് ഓപ്ഷൻസിൽ മാത്രം ട്രേഡ് ചെയ്യാം. അതല്ല ഫ്യൂച്ചേഴ്സിലാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചേഴ്സിലും നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം. ആ രീതിയിൽ നമ്മൾ കുറച്ച് മോഡ്സും ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത്, ഇതിൽ നിങ്ങൾക്ക് മോഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ റിസ്ക് റിവാർഡ് റേഷ്യോ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇനി അതുമല്ലാതെ ഇത് ഡേ ട്രേഡിങ്ങിന് വേണ്ടി മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഇത് നമുക്ക് രാവിലെ വരുന്ന എൻട്രി വൈകുന്നേരം 3:25 ആകുമ്പം ഏത് സമയമാണോ ആ സമയമാകുമ്പോൾ ഇത് കട്ടാവും. അതായത് നമുക്ക് ഈ ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗണിൽ ഉണ്ടാകുന്ന ആ ഒരു വലിയ റിസ്ക് അതുകൊണ്ട് തന്നെ നമുക്ക് ഇല്ലാതാവും. അപ്പോൾ ഞാൻ നിങ്ങളെ ഇതിൻ്റെ ഒരു ഡെമോ പോലെ എല്ലാം കാണിച്ചു തരാം. അപ്പോൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ ഇത് 1 മിനിറ്റ് ടൈം ഫ്രെയിമിലാണ് ഇത് കൂടുതലായും വർക്ക് ചെയ്യുന്നത്. അപ്പം മോസ്റ്റ്ലി 1 മിനിറ്റ് ടൈം ഫ്രെയിം തന്നെ യൂസ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് വീഡിയോയിലൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. ഓക്കെ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്കിതിൽ മോഡ്സ് സെലക്ട് ചെയ്യാം. അതായത് നിങ്ങൾക്കിപ്പോൾ ഓപ്ഷൻസിലാണ് ട്രേഡ് ചെയ്യേണ്ടത്. ഇപ്പം എപ്പോഴും ഞാൻ കൂടുതലും സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ഫ്യൂച്ചേഴ്സ്, അതായത് നമ്മുടെ നിഫ്റ്റി 50യുടെ ഇൻഡെക്സ് ചാർട്ട് എടുത്ത് വെച്ചിട്ട് ഇതിലൊരു ബൈ ഇൻഡിക്കേഷനാണ് തരുന്നതെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ഇൻ ദ മണി അല്ല അറ്റ് ദ മണി ഓപ്ഷൻ ബൈ എടുക്കാനും, ഇതിലൊരു സെൽ ഇൻഡിക്കേഷനാണ് തരുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ പുട്ട് ഓപ്ഷൻ ഇൻ ദ മണി അല്ലെ അറ്റ് ദ മണി ബൈ എടുക്കുന്നതുമാണ് ഏറ്റവും നല്ലത്. കാരണം ആ ടൈം ഡിക്കേ പോലുള്ള ആ ഒരു ഇതിൽ ട്രാപ്പിൽ നമ്മൾ അധികം പെടാതിരിക്കും. ഈവൻ അങ്ങനെയല്ല, ചിലവർക്ക് ഓപ്ഷൻസ് തന്നെ എടുക്കാനാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസത്തെയും, അതായത് രാവിലെ നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ആയി കഴിയുമ്പോൾ ഇൻ ദ മണി അല്ലേ അറ്റ് ദ മണി ഓപ്ഷൻസിൽ തന്നെ ട്രൈ ചെയ്യുക. അപ്പം ഇപ്പോൾ ഇത് ഫ്യൂച്ചേഴ്സ് മോഡാണ്. അതായത് നമുക്ക് ഇതിൻ്റെ അകത്ത് ബൈ ഇൻഡിക്കേഷനും സെൽ ഇൻഡിക്കേഷനും വരും. നിങ്ങൾക്ക് ഫ്യൂച്ചർ ചെയ്യാനായിട്ടാണ് പ്ലാൻ എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി നമുക്കിവിടെ ഒരു മോഡുണ്ട്, ഓപ്ഷൻ ബൈ മോഡ് എന്ന് പറയുന്നൊരു മോഡുണ്ട്. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ ബൈ മാത്രമേ വരുള്ളൂ. ഓപ്ഷൻ ബൈ മാത്രം. പക്ഷെ അത് നമ്മുടെ ഇൻഡെക്സിന് വേണ്ടിയല്ല, നമ്മൾ ഏതെങ്കിലും സ്ട്രൈക്ക് എടുക്കണം. അപ്പം നമുക്ക് ഇൻ ദ മണി അല്ല അറ്റ് ദ മണി ഏതെങ്കിലും ഒരു കോൾ ഓപ്ഷൻ തന്നെ നോക്കാം. ഇന്ന് മാർക്കറ്റ് പ്ലസ് ആയിരുന്നല്ലോ, അപ്പം നമുക്ക് കോൾ ഓപ്ഷൻ നോക്കാം. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഇന്നത്തെ ദിവസം നമുക്ക് വന്ന ആ ഒരു ബൈ ഇൻഡിക്കേഷൻസ് ആണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്കൊരു 3 എൻട്രി വന്നു. ആ 3ഉം ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ 1:1 ആണ് റിസ്ക് റിവാർഡ് സെലക്ട് ചെയ്തേക്കുന്നത്. കാരണം ഞാൻ കൂടുതലും ഈ ഓപ്ഷൻസിൽ 1:1 എന്നുള്ളൊരു ഇതിലാണ് പോകുന്നത്. കാരണം നമുക്ക് കൂടുതൽ എൻട്രീസ് കിട്ടുന്നത് ആ ഒരു ടൈമിലാണ്. ഇപ്പം നിങ്ങൾക്കിത് ഈ പറഞ്ഞ പോലെ 1:2 നിങ്ങൾ 1:2 ആണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ 1:2 ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരൊറ്റ എൻട്രി എന്ന് വന്നിട്ടുള്ളൂ. അത് കൃത്യം നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാനായിട്ട് പറ്റും. 3:25 അത് എക്സിറ്റ് തന്നു.
കാരണം 1:2 അത് ഇന്ന് ഹിറ്റ് ആയില്ല. ഇന്ന് ഓപ്പൺ കിട്ടിയപ്പോൾ മുതലുള്ള മാക്സിമം പോയിന്റ്സ് അത് ക്യാച്ച് ചെയ്തുകൊണ്ടേയിരുന്നു. ഈ പറഞ്ഞ പോലെ 325 ആയപ്പോഴത്തേനും നമുക്കത് എക്സിറ്റും തന്നു. ഓക്കെ, അപ്പോൾ ഞാൻ വീണ്ടും റിസ്ക് റേഷ്യോ 1 തന്നെ പോവാണ്. അപ്പോൾ നമുക്കിവിടെ 3 എൻട്രീസ് ആണ് വന്നത്. അപ്പോൾ നിങ്ങൾക്കത് കാണാനായിട്ട് പറ്റും. ഈ പറഞ്ഞ പോലെ ടാർഗറ്റ് സ്റ്റോപ്പ് ലോസും എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഇന്നത്തെ ദിവസത്തെ എങ്ങനെയാണ് മൂവ്മെൻറ്റ് വന്നതെന്നുള്ളത് ഇപ്പോൾ ഇതിൽ കാണുന്നതായിരിക്കും. ഓക്കെ, ഇവിടെ ഇപ്പോൾ എൻട്രി വന്നപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഈ റെഡ് ഡോട്ടഡ് ലൈൻ ആണ് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്. ഈ ബ്ലൂ ഡോട്ടഡ് ലൈൻ ആണ് ടാർഗറ്റ് എന്ന് പറയുന്നത്. ഇത് 1:1 റിസ്ക് റേഷ്യോയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബ്ലൂ ഡോട്ടഡ് ലൈൻ കഴിയുന്നതായിരിക്കും ഇതിൻ്റെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, നിങ്ങളിപ്പോൾ ഇത് കണ്ടല്ലോ, ഇത് കറക്റ്റ് ബ്ലൂ ലൈൻ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്തപ്പോഴത്തേനും നമുക്ക് ടാർഗറ്റ് ഹിറ്റ് തന്നു. ഇനി ഇത് സെയിം 1:2 എങ്ങനെയായിരുന്നു എന്ന് കാണിച്ചു തരാം. ഓക്കെ, ഞാനിവിടെ 1:2 സെലക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ 1:2 ഇപ്പോൾ എൻട്രി വന്നപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, ഈ ഗ്രീൻ ഡോട്ടഡ് ലൈൻ ആണ് ടാർഗറ്റ് ലൈൻ. ഈ ബ്ലൂ ഡോട്ടഡ് ലൈൻ എന്ന് പറയുന്നത് 1:1 റേഞ്ചാണ്. ഈ റെഡ് ഡോട്ടഡ് ലൈൻ എന്ന് പറയുന്ന സ്റ്റോപ്പ് ലോസ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയാണ് ട്രേഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും ട്രേഡ് ചെയ്യാം. ഓപ്ഷൻസ് ആണ്, നമുക്കറിയാം ടൈം ഡിക്കേ സംഭവിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ 1:1 ട്രൈ ചെയ്യുന്നതായിരിക്കും വേ ബെറ്റർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഫസ്റ്റ് ടാർഗറ്റ് ഇവിടെ ടച്ച് ചെയ്തത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും 1:1. പക്ഷേ ഈ പറഞ്ഞ പോലെ സെക്കൻഡ് അത്രത്തോളം പോയിന്റിലോട്ട് ഇത് പോയിട്ടില്ല ഇന്ന്. ഓക്കെ, കണ്ടോ 325 ആയപ്പോഴത്തേനും നമുക്ക് കൃത്യം എക്സിറ്റ് തന്നു. ഏകദേശം ടാർഗറ്റിന് അടുത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് അത്യാവശ്യം നല്ലൊരു മാർക്കറ്റ് ആയിരുന്നുകൊണ്ടാണ് ഇങ്ങനെ തന്നെ കയറി പോയത്. അല്ലാത്ത പക്ഷം നമുക്ക് ആ ടൈം ഡിക്കേ സംഭവിച്ച് താഴോട്ട് പോകാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ അടുത്ത മോഡ് കാണിച്ചു തരാം. പിന്നെ ഞാനിവിടെ 1:1 എടുക്കുന്നു. ഓപ്ഷൻ സെൽ മോഡ്. ഈ ഓപ്ഷൻ സെൽ മോഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്ഷൻ സെല്ല് ചെയ്യുന്നവർക്കുള്ള എൻട്രീസ് ആയിരിക്കും കൂടുതൽ വരിക. അപ്പം ഇത് ഈ പറഞ്ഞ പോലെ ഇന്നത്തെ കൂടുതലും കോൾ ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും പ്രീവിയസ് ആയിട്ട് വന്നേക്കുന്നതിൻ്റെ ഓപ്ഷൻ സെല്ലിങ്ങിൻ്റെ ഒക്കെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തേക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അതിന് നമ്മൾ ഓപ്ഷൻ സെല്ലാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പം ഇന്നത്തെ ദിവസം നമ്മളത് ട്രൈ ചെയ്യേണ്ടത് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പുട്ട് ഓപ്ഷനിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പുട്ട് ഓപ്ഷൻ എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, ഇതാ പുട്ട് ഓപ്ഷൻ എടുത്ത് കഴിയുമ്പോൾ ഇന്നും അതിൽ 2 എൻട്രീസ് വന്നിട്ടുണ്ട്. ഓപ്ഷൻ സെല്ലിങ്ങിൽ രണ്ടും ടാർഗറ്റ് ഹിറ്റാണ്. ഇത് ഓപ്ഷൻ ബൈയിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ സെയിം നിങ്ങൾക്ക് ഇതും 1:2 റിസ്ക് റേഷ്യോയിലും ചെയ്യാം. സെയിം അതുപോലെ തന്നെ ഒരു ബ്ലൂ ഡോട്ടഡ് ലൈനും ഗ്രീൻ ഡോട്ടഡ് ലൈനും ആയിരിക്കും വരുന്നത്. ഈ ഓപ്ഷൻ മോഡാണ് സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എപ്പോഴും ഓപ്ഷൻസിൽ ഇട്ട് വേണം ഇത് യൂസ് ചെയ്യാനായിട്ട്. കാരണം അത് ഫ്യൂച്ചേഴ്സിൻ്റെ അല്ലെങ്കിൽ ക്യാഷിൻ്റെ ചാർട്ടിൽ എടുത്ത് വെച്ചാൽ നമുക്ക് ആ ഒരു ഒരേ സൈഡിലോട്ടുള്ള എൻട്രീസ് മാത്രമേ കിട്ടുള്ളൂ. അതായത് ഇപ്പം ബൈയിങ് മാത്രമായിരിക്കും. ഓപ്ഷൻ ബൈ മോഡ് സെലക്ട് ചെയ്ത് വെച്ചിട്ടാണെങ്കിൽ ബൈ എൻട്രീസ് മാത്രമേ കാണിക്കുള്ളൂ. ഓപ്ഷൻ സെൽ മോഡാണ് സെലക്ട് ചെയ്ത് വെച്ചേക്കുന്നതെന്നുണ്ടെങ്കിൽ സെൽ എൻട്രീസ് മാത്രമേ കാണിക്കുള്ളൂ. ആ രീതിയിലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഫ്യൂച്ചേഴ്സിൽ ബൈയും സെല്ലും ഒരേ സമയം കാണണം. ഫ്യൂച്ചേഴ്സിൽ ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ എപ്പോഴും ഫ്യൂച്ചേഴ്സ് മോഡ് സെലക്ട് ചെയ്തിട്ട് വേണം ചെയ്യാൻ. പിന്നെ നിങ്ങൾക്ക് ഏത് റിസ്ക് റേഷ്യോയിൽ വേണേലും സെലക്ട് ചെയ്ത് വെച്ചാൽ ട്രേഡ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ഓപ്ഷൻ 1:3 ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ 1:3 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 1:3 ആയിരിക്കും വരിക. അപ്പം ഏതാണോ നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന റിസ്ക് അത് വെച്ചിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ മാക്സിമം ആ സെയിം ഡേ 325 ആകുമ്പം നമുക്ക് എക്സിറ്റ് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും നല്ലത്
1 അല്ലെങ്കിൽ 2 ഇട്ട് വെക്കുന്നതായിരിക്കും. അതിന് മേലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ എൻട്രീസ് ഇപ്പം മോർണിംഗ് ഒരു സിംഗിൾ എൻട്രി ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് സ്റ്റോപ്പ് ലോസ് അടിച്ച് അടുത്ത എൻട്രീസ് ഒക്കെ വന്നെങ്കിലേ നമുക്ക് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ആ കണ്ടിന്യൂസ് ആ ഒരു സൈഡ് വൈസ് അല്ലെങ്കിൽ കൺസോൾട്ടേഷൻ മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ടൈം ഡിക്കേയിൽ നമുക്ക് വേണ്ട ഓപ്ഷൻ വാല്യൂ കിട്ടാതാവും. ഓക്കെ, അപ്പം ഇതൊക്കെയാണ്. നിങ്ങൾക്കിപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും, പക്ഷേ ഈ പറഞ്ഞ പോലെ കുറച്ച് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നിങ്ങൾക്കിത് മനസ്സിലാവും. ഓക്കെ, അപ്പം നമുക്ക് വീണ്ടും ഫ്യൂച്ചേഴ്സ് മോഡിൽ വന്നിട്ടുണ്ട്. റിസ്ക് റിവാർഡ് 1ൽ സെറ്റ് ചെയ്തും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ജസ്റ്റ് ഇത് പബ്ലിഷ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പം നമ്മൾ വിചാരിച്ചു ഇത് നമ്മൾ പേഴ്സണലി ഇത് ബാക്ക് ടെസ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ വിചാരിച്ചു നിങ്ങൾക്കും കൂടെ, അതായത് ഒരു 5 days ട്രയൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് തരാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇൻഡിക്കേറ്റർ ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ, ഒരു 5 days ഫ്രീ ട്രയൽ ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് DM ചെയ്താൽ മതി കേട്ടോ. പിന്നെ നമ്മുടെ ഒന്നെങ്കിൽ നമ്മുടെ നമ്പറിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് DM ചെയ്യുക. നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അപ്പം പറഞ്ഞു തരുന്നതായിരിക്കും. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതൊരു ട്രേഡിംഗ് വ്യൂവിൽ യൂസ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്റർ മാത്രമാണ്. നമ്മൾ ഇതിൻ്റെ അകത്തൊരു റെക്കമെൻഡേഷനോ സജഷൻസോ ഒന്നും കൊടുക്കുന്നില്ല. ഇതൊരു ട്രെൻഡ് ബേസ് മാത്രം വർക്ക് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്ററാണ്. ലൈക്ക് ഒരു EMA RSI ഒക്കെ പോലെ തന്നെ ഒരു ട്രെൻഡ് ബേസ് വർക്ക് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്ററാണ്. അപ്പം ഇത് കൂടുതലായിട്ടും ക്യാച്ച് ചെയ്യുന്ന ട്രെൻഡാണ്. അപ്പോൾ ട്രെൻഡ് നോക്കി നിങ്ങൾക്കൊരു ഇൻഡിക്കേഷൻ തരുവാണ് ചെയ്യുന്നത്. ഇനിയൊരു പൊസിഷനിലോട്ട് പോകാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ളൊരു ഇൻഡിക്കേഷൻ വരുവാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിനെ ബേസ് ചെയ്തിട്ട് വേണമെങ്കിൽ ട്രേഡ്സ് എടുക്കാം. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. കൂടുതലായിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയില്ല, അല്ല ഇനിയും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് DM ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. താങ്ക് യു ഗൈസ്.